ടാപ്പ് ചെയ്തോ. കോഴിക്കോട് പൈമ്പ്രയിലെ ഒരു വോളിബോൾ കോർട്ടാണിത്. ഈ കളിക്കുന്ന കുട്ടികൾക്ക് വോളിബോളാണ് ലഹരി. വോളിബോൾ അങ്ങനെ വെറുതെ ലഹരിയായി മാറിയതല്ല. ഇതൊരു വോളിബോൾ ഗ്രാമമായി മാറിയതിൽ പൈമ്പ്രയ്ക്കൊരു കഥ പറയാനുണ്ട്. ആ കഥയ്ക്കു പക്ഷേ 25 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. പൈമ്പ്രയിലെ വോളിബോൾ ലഹരിക്ക് പിന്നിൽ പ്രവർത്തിച്ച നല്ല ഒന്നാം തരം മനുഷ്യരുടെ കഥയുണ്ട്. പൈമ്പ്രയിൽ ടിപ്പർ ഓടിച്ച് നിത്യവരുമാനം കണ്ടെത്തുന്ന ദിനേശനും കൂട്ടുകാരുമാണ് പൈമ്പ്രയെ ഇന്നത്തെ വോളിബോൾ ഗ്രാമമാക്കി മാറ്റിയത്. ഷോൾഡറൊക്കെ നന്നായി അടുപ്പിച്ച് കയറ്റി പിടിച്ച് ഒന്ന് ബെൻഡ് ചെയ്തിട്ട്. പൈമ്പ്രനെ സംബന്ധിച്ച് ഇവിടെ ഫുട്ബോളിനായി ഒരു മെജോറിറ്റി. പിന്നെ ഈ പ്രദേശത്തിനെ സംബന്ധിച്ച് കുറേയൊക്കെ ഒരു സാമൂഹ്യ ജീർണത എന്ന് പറയുന്ന രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വോളിബോൾ എന്ന ഒരു ആശയമായി ഞങ്ങൾ ഈ രംഗത്തേക്ക് വരുന്നത്. 2001 വോളിബോൾ ഈ പ്രദേശത്ത് ആരംഭിക്കുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ചൊരു സാമൂഹിക മാറ്റം വന്നൊരു പ്രദേശമാണ്. ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ 5 പേരുണ്ട്. അതിൽ 2 പേര് ഈ സെൻറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേര് സർക്കാർ ജോലിയിലുണ്ട്. ഇപ്പോൾ ഇത്തവണ സംസ്ഥാന സീനിയർ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് 3 വനിതകളുണ്ട്. അതിൽ 2 പേര് ഇന്ത്യയെ പ്രതിനിധീകരിച്ചവരാണ്. വോളിബോളിനെ മറ്റേ ലഹരിയിൽ നിന്ന് സ്പോർട്സിൻ്റെ ലഹരിയിലേക്ക് കൊണ്ടുവരിക, ആ ഒരു എയിം തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ആ എയിം ഇന്നിപ്പം കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുണ്ട്. സമീപകാലത്ത് ലഹരി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം പുതിയ തലമുറയെ എല്ലാവരും കുറ്റപ്പെടുത്തും. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ഈ കുട്ടികൾക്കും ചിലതൊക്കെ പറയാനുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ ഈ ജനറേഷനിൽ പൊതുവെ എല്ലാ കുട്ടികളും ഈ ലഹരികൾക്ക് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അവർക്ക് അവരുടെ ഊർജം എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിവില്ലായ്മ കൊണ്ടാണ് അവർ അതിലോട്ട് പോകുന്നത്. അപ്പം ആ ഒരു ഊർജം നമ്മൾ ഈ ഒരു സ്പോർട്ട് ഇവൻ്റ് ആയിട്ടുള്ള വോളിബോളിൽ നമ്മൾ ഏത് സ്പോർട്ട് ഇവൻ്റ് ആയാലും അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു അത് ഉപയോഗിക്കാൻ തന്നെ നമുക്ക് തോന്നുന്നതല്ല. നമുക്ക് ഈ ഒരു വോളിബോളാവും നമ്മുടെ ലഹരി. കളിക്കളങ്ങളെ ലഹരിയാക്കൂ എന്ന് വോളിബോൾ കോർട്ടിലെ പെൺകുട്ടികളും പറയുന്നു. ഈ വോളിബോൾ കളിക്കാൻ വരുമ്പോൾ എന്താ പറയുക, നമുക്കെന്തോ ഇത് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അഡിക്ഷനൊക്കെ പോലെ. പിന്നെ ഒരു ദിവസം വരാഞ്ഞാൽ എന്തോ മാതിരിയാണ്. കളിയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് കളിക്കുക എന്ന് അല്ലാതെ കളിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്ന് കുറേ ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ പോയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഒക്കെ കുറേ ചേച്ചിമാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ പോലെ ആവണം, അവരാണ് റോൾ മോഡൽ. കുന്നമംഗലം SI ആണ് ബൈജു. ജോലി തിരക്കിനിടയിലും തൻ്റെ വോളിബോൾ ഗ്രാമത്തിൻ്റെ വളർച്ചയ്ക്കായി പ്രയത്നിക്കുന്നുണ്ട്. വോളിബോൾ കോർട്ടിലേക്ക് കുട്ടികളെ എത്തിക്കാനായതോടെ പൈമ്പ്ര ലഹരിയോട് നോ പറഞ്ഞെന്നാണ് ബൈജുവും പറയുന്നത്. ഒറ്റ വാക്കിൽ മാതൃകാ ഗ്രാമം എന്ന് തീർത്തും പറയാവുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അതിന് എല്ലാവരുടെ പിന്തുണയുണ്ട്, രക്ഷിതാക്കളുടെ പിന്തുണയുണ്ട്, ജനങ്ങളെ മൊത്തം പിന്തുണ ഞങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ഈ വൈകുന്നേരങ്ങൾ സമയങ്ങൾ, ഈ പീക്ക് ടൈമുകളിൽ മറ്റ് മേഖലകളിലേക്കൊന്നും തിരിയാതെ കളിയുമായി ബന്ധപ്പെട്ട് കളിയും പഠനവും എന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റി മറയ്ക്കുമ്പോൾ അതിനുള്ള മാറ്റം ഈ രാജ്യത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് വ്യക്തമായ തെളിവാണ് ഈ ഗ്രാമവും ഈ വോളിബോളിൻ്റെ പ്രവർത്തനങ്ങളും. കഴിഞ്ഞ 25 വർഷത്തിനിടെ പൈമ്പ്രക്കാർ വോളിബോൾ കളിച്ച് നേടിയ അംഗീകാരങ്ങളാണിത്. ഒരു മാതൃകാ ഗ്രാമമുണ്ടാവാൻ അവിടുത്തെ കുട്ടികൾ മാത്രം പോരാ. ചുക്കാൻ പിടിക്കാൻ ദിനേശേട്ടനെ പോലെയുള്ളവരും വഴി നടത്താൻ അവിടുത്തെ നാട്ടുകാരും കൂടെ വേണം. ജോം TKയ്ക്കൊപ്പം
ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.